വയനാട് പുനരധിവാസ ടൗൺഷിപ്പിന് ഈ മാസം 27-ന് തറക്കല്ലിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വീടുകളുടെ പണി ഇപ്പോൾ പകുതി പൂർത്തിയായേനെ. സാർ, അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേയും ജിയോളജിക്കൽ സർവേയും ഹൈഡ്രോളജിക്കൽ സർവേയും സോയിൽ ടെസ്റ്റിങ്ങും ഉൾപ്പെടെ കഴിഞ്ഞ് ഭൂമി ബോണ്ട് അനുസരിച്ച് 10 ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടി പോയി എന്ന് മാത്രമല്ല സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് VS അനു ചേരുന്നു. അനു, തറക്കല്ലിടൽ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിയമസഭയിൽ റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, വയനാട് ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് അന്തിമ പട്ടിക തയ്യാറാക്കിയില്ല. മാത്രമല്ല, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നു എന്നീ വിഷയങ്ങൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ചത് ടി സിദ്ദിഖാണ്. ടി സിദ്ദിഖിൻ്റെയും അദ്ദേഹം സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണം നടത്തി കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ ദുരന്ത പ്രവർത്തനങ്ങൾ നേരാവണ്ണം നടക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ള ഒരു കാര്യമാണ് ടി സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നത്. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ നിരത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വലിയ രീതിയിൽ വസ്തുക്കൾ നഷ്ടപ്പെട്ട ആളുകൾക്കുൾപ്പെടെ കേവലം 7 സെന്റ് മാത്രമാണ് നൽകുന്നത്. അത് 10 സെന്റായി ഉയർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി 125 ലക്ഷം രൂപ ചിലവാക്കിയ സർക്കാർ ഈ ദുരന്തബാധിതർക്ക് നൽകുന്നത് കേവലം 5 ലക്ഷം മാത്രമാണ് എന്നടക്കമുള്ള രാഷ്ട്രീയപരമായ വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിൻ്റെ മറുപടി പ്രസംഗത്തിലാണ് ഈ മാർച്ച് 27-ാം തീയതി ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നുള്ള കാര്യം റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറയുന്നത് ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പകുതിയെങ്കിലും പണി പൂർത്തിയാകുമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. വളരെ വേഗത്തിൽ രാജ്യത്തിനാകെ മാതൃകാപരമായ രീതിയിലാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നത്. പക്ഷേ പിന്നീട് ഈ 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അതിതീവ്ര വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് കേന്ദ്രം അംഗീകരിച്ചത്. കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വൈകലിനെ മന്ത്രി നിയമസഭയിൽ നിന്ന് വിശദീകരിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ വിശദീകരണം കേട്ട സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു, അവതരണാനുമതി നിഷേധിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു. സർക്കാർ വലിയ അലംഭാവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ബാധിതരായ ആളുകൾ കൃത്യമായി ഇതുവരെ തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാർ വലിയ രീതിയിലുള്ള ഒരു അലംഭാവവും വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. ഏതായാലും ഈ സർക്കാരിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷം നൽകുമെന്നുള്ള കാര്യം പറയുന്നു. ഏതായാലും അതിനുശേഷം സർക്കാരിൻ്റെ ഈ ഇത്തരം നടപടികളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വയനാട് പുനരധിവാസ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് VS അനുവാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.